ഹായ് ഷൈമങ്ങളെ. ഹായ് എംജിങ്ങളെ. എന്താ ഒരു പുതിയ രണ്ടുപേരേ ഉള്ളോ? എന്താണ് ഒരു പുതിയ പറ്റില്ല ചേട്ടങ്ങളെ. എന്തോ ഇത്ര നാൾ എവിടെയായിരുന്നു? ജയിലിലായിരുന്നു മോനെ, അമേരിക്കയില്. അത് പറ്റില്ല, ഞാൻ കൂട്ടില്ല. ഹായ് എംജിങ്ങളെ, ഹായ് ശരത്തങ്ങളെ വിളിച്ചു, ബാക്കി കൂടെ വിളിക്കേ. ഹായ് എംജിങ്ങളെ, ഹായ് ശരത്തങ്ങളെ, ഹായ് ബിന്നി ആന്റി, ഹായ് ഷൈനങ്ങളെ, ഹായ് സാന്ദ്ര ആന്റി. ഷൈനങ്ങളെ ഹായ്. ഷെയ്നെ, ഷൈനങ്ങളുടെ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും പ്രേമലു. എത്ര പ്രേമുണ്ട്? ഒറ്റയൊന്നുമില്ലോ, ബാക്കി എല്ലാവരും കൂടി എന്നെ കിടന്ന് അടിച്ചും കുത്തും മാന്തൊക്കെയാ. 4-5 പേരുണ്ടായിരുന്നു, ബാക്കി ഇപ്പൊ ഒന്നേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചപ്പോ ഒന്നാ നല്ലതെന്ന് തോന്നി. ഇപ്പൊ ലച്ചൂട്ടി മാത്രം ഉള്ളന്ന്. ലച്ചോടിക്ക് പണ്ട് എന്നോട് ഇഷ്ടമില്ലായിരുന്നു, നല്ല കുത്തും മാന്തൊക്കെയായിരുന്നു, ഉപദ്രവായിരുന്നു. അപ്പൊ നിനക്ക് നിന്റെ അയോണയും കൊയോണയും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയും. കൊയോണ അവരങ്ങനെ കൊറോണ അല്ല കൊയോണ. നിനക്ക് നിന്റെ അയോണയും കൊയോണയും ഒക്കെ ഉണ്ടല്ലോ, എന്നെ എന്തിനു വേണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ അവളോട് ഫ്രണ്ടായി. അപ്പൊ എന്നെ ഒരു കുത്തും മാന്തൊന്നും ഇല്ല. ഇപ്പൊ ഓക്കെ താര വന്നേ, അപ്പത്തേക്കും പുതിയ ഒരാള് വന്നു. പക്ഷെ താരെന്നെ അടിക്കും, ലച്ചൂട്ടി എന്നെ അടിക്കുക. അടിച്ചാലെന്താ തിരിച്ചടിക്കും. അതെ. എന്റെ അമ്മ, ഈ ഷൈൻ ചേട്ടൻ വരും തിരിച്ചടി, ഈ ചേട്ടൻ അടിക്കും അങ്ങനെ അല്ലേ? മക്കളെ അപ്പം വരും, കരോക്കെ ഒക്കെ പാട്ടുപാടി നമുക്ക് എനിക്ക് അങ്ങളുടെ ഒരു സിനിമ അറിയാം, ഭീഷ്മമാർമ്മ. അതിൽ അങ്ങള് എങ്ങനെയാ അത്? എങ്ങനെ ഇവാൻ കുട്ടാ, എന്തു സൂപ്പർ, താങ്ക് യു. ഏത് വർഷമുള്ള പാട്ടാണെന്നറിയോ? നമ്മള് പഠിക്കാറില്ലേ മ്യൂസിക് ഒക്കെ? അഭിനയിച്ചിട്ടുള്ളതെന്നറിയോ? അഭിനയിച്ചതോ? അയ്യോ, ഞാനാണോ? അല്ലേ? 1965 ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മ്യൂസിക് ചെയ്ത് വയലാർ സാർ എഴുതി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ പാടിയ പാട്ടാ. എങ്കിൽ സിനിമയുടെ പേരെന്തോ? അയ്യോ, ഇണപ്രാവുകൾ. ഇളണപ്രാവുകളല്ലേ, ഇണപ്രാവുകൾ. ഇണപ്രാവുകൾ. അപ്പൊ എല്ലായിടത്തും ഒന്ന് പറഞ്ഞേര്. ഇവരുടെ പടമുണ്ട്, ലിറ്റിൽ ഹാർട്ട്സ്. ഏത് സിനിമയൊന്നും ഞാൻ കണ്ടില്ല. പോയി കാണണം. സിനിമ ഇറങ്ങിയാലല്ലേ പാട്ട് വരുള്ളൂ, പാട്ട് ഒന്നല്ലേ പാടാൻ പറ്റുള്ളൂ. ഇജോക്കൂട്ടം പോയി കാണണം, ആ സിനിമ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എനിക്കിപ്പോ എല്ലാം കൂടി ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോയി. കൺഫ്യൂഷൻ അടിക്കണി, ലിറ്റിൽ ഹാർട്ട്സ് പോയി കാണണം. എന്നിട്ട് വന്ന് പറയണം നല്ലതാണോന്ന്. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു തവണ കൂടെ മക്കള് കാണണം. അങ്ങനെ എത്ര വർഷം പറ്റുന്നു അത്ര വട്ടം കാണണം നമ്മള്. പടങ്ങള് തിയേറ്ററിൽ പോയിട്ട് കാണാറില്ല? കണ്ടിട്ടുണ്ട്, ജയ ജയ ഹേ. അത് കഴിഞ്ഞിട്ട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പോകുമ്പോ ആരെ കൂടെ കൊണ്ടുപോകും? താരെ കൊണ്ടുപോവോ അതോ ലച്ചുവിനെ കൊണ്ടുപോകും? മക്കളെ എല്ലാരെയും വലിച്ചു വാരി കൊണ്ടുപോകും. അത്ര പേര് കാണുമല്ലോ. അപ്പൊ എല്ലാരും കൂടി കൊണ്ടുപോകും. അപ്പൊ എല്ലാവരും കൂടി കൊണ്ടുപോകും, അത് തന്നെ എനിക്ക് നല്ലത്. അപ്പൊ ഞാൻ എല്ലാവർക്കും പൈസ മുടക്കേണ്ടി വരും. അവിടെ ചെന്നാ മതി, ടിക്കറ്റ് കിട്ടും. മക്കളെ എത്ര ചെലവാന്നുള്ളതെന്ന് എഴുതി കൊടുത്താൽ സാന്ദ്ര തരും. അതെ, ടിക്കറ്റ് ഞാൻ സ്പോൺസർ ചെയ്യാം. സ്പോൺസർ ശരിക്കും പറഞ്ഞാ വീട് വയനാട്. വയനാടുണ്ട് പടം. വയനാട് തിയേറ്റർ കുറച്ച് ദൂരത്താണ്. അപ്പൊ പോകുന്ന വഴിയിലൊക്കെ തിയേറ്റേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. എറണാകുളം, അങ്കമാലി, തൃശ്ശൂര്, എടപ്പാള്, കുറ്റിപ്പുറം, കോഴിക്കോട്, കണ്ണൂര്. മക്കളെ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കാണുമോ? ഇതൊക്കെ ഏത് സ്ഥലങ്ങളാണ്? ചില സ്ഥലങ്ങൾ മാത്രം അറിയാം, കണ്ണൂര്, കോഴിക്കോട്. നീ അറിയൊന്നും വേണ്ട മക്കളെ. നീ നാളെ തന്നെ അല്ലെ മറ്റന്നാള് നമ്മൾ മറ്റന്നാളെ പോവുക. അപ്പൊ പോകുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ വിളിച്ചോണ്ട് നേരെ അവിടെ പോവാ. എവിടെ? തിയേറ്ററിൽ. എന്നിട്ട് തിയേറ്ററിൽ പോയിട്ട് പറയുക, ഇതുപോലെ ഈ 2 പേര് ഇവിടെ വന്നിരുന്നു, ഇതിന്റെ പ്രൊഡ്യൂസറും അഭിനേതാവും വന്നിരുന്നു, അവരുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേറിക്കും. പറഞ്ഞു കേറിക്കോടാ. എല്ലാരും കൂടി കേറിയ വണ്ടി പൊളിഞ്ഞു പോകൂലേ? ചേച്ചി ഇപ്പൊ വണ്ടി സ്പോൺസർ ചെയ്യേണ്ടി വരും. ഫുൾ ചെലവ്. ഇല്ല, സാന്ദ്ര വിചാരിക്കായിരിക്കും കാണാതിരിക്കുന്നതാണ്. വിളിക്കേണ്ടി വരും.